ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ 79/2025 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ക്ലർക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം ഏതാണ്? വിമോചന സമരം, സത്യാഗ്രഹം, സവർണ ജാഥ, പന്തിഭോജനം. അപ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ, സവർണ ജാഥ. അടുത്തത് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ ബി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഓപ്ഷൻ സി രാധാകൃഷ്ണൻ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഹണ്ടർ കമ്മീഷൻ. ഇപ്പൊ രണ്ടാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. അടുത്തത്, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1914, ഓപ്ഷൻ ബി 1916, ഓപ്ഷൻ സി 1917, ഓപ്ഷൻ ഡി 1918. അപ്പൊ ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഓപ്ഷൻ സി 1917. നാലാമത്തത്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ബി തോമസ് പെയിൻ, ഓപ്ഷൻ സി ജെയിംസ് മാഡിസൺ, ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ജെയിംസ് ഓട്ടിസ് ആണ്, ജെയിംസ് ഓട്ടിസ്. നെക്സ്റ്റ്, കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം, ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ ഡി ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം, ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം. അടുത്തത് ആറാമത്തത്, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ എ ബാൻ കി മൂൺ, ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ്, ഓപ്ഷൻ സി ഐറിന ബെക്കോവ, ഓപ്ഷൻ ഡി ഡാഗ് ഹാമർഷോൾഡ്. അപ്പോ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്റോണിയോ ഗുട്ടറസ് ആണ്. അടുത്തത്, തെക്കേ അമേരിക്കയും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ്? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം. ഓപ്ഷൻ എ കോക്കോസ്, ഓപ്ഷൻ ബി ഫിലിപ്പൈൻ, ഓപ്ഷൻ സി പസഫിക്, ഓപ്ഷൻ ഡി നാസ്ക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നാസ്കയാണ്. പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം. ഓപ്ഷൻ എ ലോക്തക്, ഓപ്ഷൻ ബി ദാൽ, ഓപ്ഷൻ സി ബൂളാർ, ഓപ്ഷൻ ഡി ചിൽക്ക. ഏതാണ്? ലോക്തക് തടാകമാണ്. അടുത്തത്, ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? ഓപ്ഷൻ എ വാണിജ്യവാദങ്ങൾ, ഓപ്ഷൻ ബി ധ്രുവീയവാദങ്ങൾ, ഓപ്ഷൻ സി പശ്ചിമവാദങ്ങൾ, ഓപ്ഷൻ ഡി കാലികവാദങ്ങൾ. ഏതാണ്? ഓപ്ഷൻ സി പശ്ചിമവാദങ്ങളാണ്. അതായത് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് പശ്ചിമവാദങ്ങളാണ്. അടുത്തത്, പ്രാഥമിക മേഖലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ അവസാദ ശിലകൾ, ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ, ഓപ്ഷൻ സി കായാന്തര ശിലകൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. പത്താമത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആഗ്നേയ ശിലകളാണ്, ആഗ്നേയ ശിലകൾ. കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ കരുനാഗപ്പള്ളി, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി ആറ്റിങ്ങൽ, ഓപ്ഷൻ ഡി കുണ്ടറ. ഏതാണ് ചീനക്കളിമണ്ണിന് പ്രസിദ്ധം? ഓപ്ഷൻ ഡി കുണ്ടറ. ഓപ്ഷൻ ഡി കുണ്ടറയാണ്. അടുത്തത്, മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി യമൻ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി യമൻ, യമൻ ആണ്. അടുത്തത്, ദേശീയ കാർഷിക വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ കാർഷിക
ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത്? 1984, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 1982, ഓപ്ഷൻ ഡി 1985. ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത് ഓപ്ഷൻ സി 1982 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ മുട്ട ഉൽപാദനം, ഓപ്ഷൻ ബി ക്ഷീരോത്പാദനം, ഓപ്ഷൻ സി കാർഷിക ഉൽപാദനം, ഓപ്ഷൻ ഡി മത്സ്യ ഉൽപാദനം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ധവള വിപ്ലവം ക്ഷീരോത്പാദനം, അതായത് പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ എ 4-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 5-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 3-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 2-ാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആദ്യ ബാങ്ക് ദേശസാൽക്കരണം? ഓപ്ഷൻ എ 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത്, നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ എ RBI ഗവർണർ, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി ധനമന്ത്രി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് പ്രധാനമന്ത്രിയാണ്. നെക്സ്റ്റ്, 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ കയറ്റുമതിയിലും ഇറക്കുമതിയിലുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, ഓപ്ഷൻ ബി വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക, ഓപ്ഷൻ ഡി വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. ഏതാണ്? ഓപ്ഷൻ സി ആണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണർ ആയി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്, ഓപ്ഷൻ ബി ഉർജിത് പട്ടേൽ, ഓപ്ഷൻ സി രഘുറാം രാജൻ, ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണറായി നിയമിതനായത്? ആരാണ്? ഉർജിത് പട്ടേൽ അല്ലെ? ഇത് 25-ലാണ്. നമ്മള് പുതിയത് എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പോവുള്ളൂ. ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. 2024 ADBയുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏതാണ്? 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം? ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി അർജന്റീന, ഓപ്ഷൻ സി സൗദി അറേബ്യ, ഓപ്ഷൻ ഡി ക്യൂബ. 19-ാമത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇസ്രായേൽ. അതായത് ഒരു 18-ാമത്തെ ക്വസ്റ്റ്യൻ സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. സഞ്ജയ് മൽഹോത്രയാണ് 16-ാമത്തത്. സഞ്ജയ് മൽഹോത്രയാണ് ഓപ്ഷൻ. അതായത് RBIയുടെ 26-ാമത് ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ്. അത് ഞാൻ തെറ്റി പറഞ്ഞതാണ്, സോറി. അടുത്തത്, ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. പഞ്ചായത്തി രാജ് വ്യവസ്ഥ, അതായത് ശരിയായ പ്രസ്താവനകൾ മാത്രം നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് 1, 2, 4 ശരി. അതായത് പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 പാർട്ട് 4 ആണ്. പിന്നെ 4-ാമത്തത്, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയാണ്. അതായത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ഇത് 3 ശരി. ഓപ്ഷൻ ബി ആണ്. അതായത് 3-ാമത്തത് പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 24 തെറ്റാണ്. ബാക്കി 3 നമുക്ക് ശരിയായിട്ടുള്ളത് കേട്ടോ. 73-ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വന്നത്. ആർട്ടിക്കിൾ 40, പിന്നെ ബൽവന്ത് റായ് മേത്ത. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 14, 19, 21, ആർട്ടിക്കിൾ 14, 16, 19, ആർട്ടിക്കിൾ 19, 20, 21, ആർട്ടിക്കിൾ 14, 18, 21. ഇപ്പൊ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 14, 19, 21. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണെന്നാണ്? ഓപ്ഷൻ എ രാജ്യരക്ഷ, ഓപ്ഷൻ ബി ആണവ ഗവേഷണം, ഓപ്ഷൻ സി സൈബർ നിയമങ്ങൾ, ഓപ്ഷൻ ഡി തീർത്ഥാടനം. ഏതാണ് ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് സൈബർ നിയമങ്ങളാണ്. സൈബർ നിയമങ്ങൾ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ഏതാണ്?
ഓപ്ഷൻ എ അമ്മു സ്വാമിനാഥൻ, ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ, ഓപ്ഷൻ സി ആനി മിസ്ക്രിൻ, ഓപ്ഷൻ ഡി കമല ചൗധരി. ആരാണ്? ഓപ്ഷൻ ബി ആണ്, ദാക്ഷായണി വേലായുധനാണ് ഏക ദളിത് വനിത. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണെന്ന് മാത്രം നമുക്ക് അതിന്റെ ഓപ്ഷൻ മാത്രം പറയാം. 1, 2, 4 ആണ്. അതായത് പരിത്യാഗം, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ. ഇത് 3 പൗരത്വം നഷ്ടമാവുന്ന 3 രീതികൾ. അപ്പൊ ഏതൊക്കെയാണ്? പരിത്യാഗം, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ. ഓക്കെ. അടുത്തത്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? ഓപ്ഷൻ എ മാഗ്നസ് കാൾസൺ, ഓപ്ഷൻ ബി വിശ്വനാഥൻ ആനന്ദ്, ഓപ്ഷൻ സി ഡി ഗുഗേഷ്, ഓപ്ഷൻ ഡി ഡിങ് ലിറൻ. ആരാണ്? ഓപ്ഷൻ സി ഡി ഗുഗേഷ് ആണ് കേട്ടോ, ഗുഗേഷ് ആണ്. അടുത്തത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, കേരളത്തിലെ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓരോ പ്രാവശ്യവും ചിലപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ അതായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയി നിൽക്കുക. അടുത്തത്, കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണെന്നാണ്? എത്ര രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്? ഓപ്ഷൻ എ 1400, ഓപ്ഷൻ ബി 1500, ഓപ്ഷൻ സി 1600, ഓപ്ഷൻ ഡി 2000. ഇത് അന്ന് ഉണ്ടായിരുന്ന സമയത്ത് ഓപ്ഷൻ സി 1600 ആയിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ. ഇപ്പോ 2000 ആക്കിയിട്ടുണ്ട്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ശരിയായ പ്രസ്താവന മാത്രം നമുക്ക് പറയാം. എ ആണ്, 1 മാത്രമാണ്. അതായത് കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള സംവിധാനമാണ് കിഫ്ബി. അത് മാത്രമാണ് ശരി. നെക്സ്റ്റ്, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണമെന്നാണ്? എത്ര രൂപയാണ്? ഓപ്ഷൻ എ 10 രൂപ, ഓപ്ഷൻ ബി 5 രൂപ, ഓപ്ഷൻ സി 3 രൂപ, ഓപ്ഷൻ ഡി ഫീസ് ഇല്ല. എത്രയാണ്? ഫീസ് ഇല്ല. നമുക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെങ്കിൽ ഫീസ് വേണ്ട. ഓക്കെ. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണെന്നാണ്? ഓപ്ഷൻ എ കൃഷി വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി തദ്ദേശ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് സെക്രട്ടറി. ആരാണ്? ഓപ്ഷൻ ബി ആണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇന്നൊരു 30 ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ദിവസം നാളെ ഞായറാഴ്ച തന്നെ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മുഴുവൻ കൂടെ തന്നാല് നമുക്ക് തന്നെ ഒരു പഠിക്കാനല്ല, നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കത്തില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് നാളെ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.